ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബെഡിൽ നിന്ന് ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. എന്താണെന്നറിയില്ല, ക്ലിയർ കിട്ടുന്നില്ല. ഞാൻ കർട്ടനൊക്കെ അടച്ചിട്ട് ലൈറ്റൊന്നും പുറത്തുനിന്ന് വരുന്നില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ക്ലിയർ ഇല്ല. ഏട്ടനും നിച്ചൂട്ടി നല്ല ഉറക്കമാണ്. പുറത്തിതാ സൂര്യനൊക്കെ ഉദിച്ച് നല്ല ഒരു ഓറഞ്ച് കളറിലുണ്ട് സൂര്യൻ. നല്ല രസമാണ്. ഫസ്റ്റ് ഉറങ്ങി എണീറ്റ ഉടനെ സൂര്യനൊക്കെ കാണാൻ നല്ല രസമല്ലേ. ഞാൻ ജനലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് നോക്കിയതാണ്. ഇനി ഞാൻ വേഗം ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് താഴേക്ക് പോട്ടെ. നിച്ചൂട്ടി ഏട്ടനും ഇവിടെ തന്നെ ഉറങ്ങും. കുറച്ച് കഴിഞ്ഞിട്ട് മോൾ എണീറ്റ ശേഷം ഏട്ടനും നിച്ചൂട്ടിയും കൂടെ താഴേക്ക് വന്നോളും. താഴെ എണീറ്റ ഉടനെ നേരെ കുക്കറാണ് കാണിക്കുന്നത്. എണീറ്റ ഉടനെ ഞാൻ കുക്കറിൽ ചെറുപയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് താഴത്തെ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചെറുപയർ കറിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചെറുപയർ ഇട്ടിട്ടുണ്ട്. ദോശ മാവ് രാത്രി ഓൾറെഡി അരച്ച് വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് നേരെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അമ്മേൻ്റെ പനി ഏകദേശം ഓക്കെ ആയി. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയ ക്ഷീണമുണ്ട് അത്രേ. അതുകൊണ്ട് അമ്മ റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഏട്ടനും തക്കുടവും വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവരെത്തിയത്. അപ്പോൾ അവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഫുഡ് വേണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ കറിയാക്കി വെച്ച് ദോശ മാവ് തലേന്ന് അരച്ച് വെച്ചാൽ പിന്നെ ഭയങ്കര സമാധാനമല്ലേ. അതുകൊണ്ട് അത് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ആവുകയും ചെയ്യും. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകാന്ന് ആ ഉറക്കപ്പിച്ച് മാറാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു ടയർഡ്നെസ് ഉണ്ടെങ്കിൽ മുഖം നല്ലോണം നമ്മുടെ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകിയിട്ടാണ് രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കാര്യങ്ങളെല്ലാം. ഇന്നലെ രാത്രി നല്ലോണം ലേറ്റായി ഉറങ്ങാൻ. ഇവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അത്ര ഉറങ്ങുന്നത്. അതുകൊണ്ട് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഉറക്കപ്പിച്ച് മുഖത്തുനിന്ന് മാറുന്നേ ഇല്ല. അങ്ങനെ പല്ലൊക്കെ തേച്ച് വരുമ്പോഴേക്ക് ചെറുപയർ വിസിലടിച്ചിട്ടുണ്ട്. അതിനി ഓഫ് ചെയ്യാം. ചെറുപയർ ഞാൻ രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് വിസിലിൽ വേഗം അങ്ങ് വെന്തോളുമല്ലോ. അപ്പോൾ ദോശ മാവും സെറ്റായിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചു. ദോശ ഫുള്ളായിട്ട് ഇങ്ങനെ ചുട്ട് വെക്കലില്ല. ഏകദേശം സമയം കുറച്ച് ലേറ്റ് ആവും എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയമാകുമ്പം ചുട്ടാൽ മതിയല്ലോ. അപ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്യുക. അതുകൊണ്ട് മുന്നേ അങ്ങനെ ചുട്ട് വെക്കലില്ല. ആവശ്യത്തിന് മാത്രം അങ്ങനെ കുറച്ചെടുത്തിട്ട് അച്ഛനും അമ്മക്കും ചുട്ട് കൊടുക്കും രാവിലെ തന്നെ. അപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങി ഒന്ന് മുറ്റമൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലത്തേക്ക് വേണ്ടുന്ന കറിവേപ്പിലെല്ലാം പറിച്ച് വെക്കാമല്ലോ. രാവിലെ കുറച്ചിങ്ങനെ പറിച്ച് വെക്കുക ചെയ്യുക. ഉച്ചക്കേക്ക് ഫുഡിന് വേണ്ടുന്നത് രാവിലത്തേക്ക് വേണ്ടുന്നതെല്ലാം കൂടെ ഒരു തണ്ടിങ്ങനെ പൊട്ടിച്ച് വെക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയിട്ട് പറിക്കേണ്ട ആവശ്യമില്ലല്ലോ. കയറിയിട്ട് പറിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ പറമ്പിലേക്ക് പോകുന്നതെല്ലാം എടുത്തിങ്ങനെ ഒടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ആ സൈഡിലുള്ള പറിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വഴിയിലേ പോകുന്നവർക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ അവരെ വീട്ടിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ട് ആ സൈഡിലുള്ളത് നോക്കി നോക്കി അങ്ങനെ പൊട്ടിക്കുകയെന്ന് ചെയ്യുക. കുറച്ച് നേരം വെയിലും കൊള്ളാമെന്ന് വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴേക്ക് വെയിൽ വരുന്നേ ഉള്ളൂ. എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം വെയിൽ കൊള്ളാമല്ലോ. കുറച്ച് തീവ്രതയോടെ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊള്ളാനും പറ്റില്ല. ഹെഡേക്ക് വരും വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അമ്മ എണീറ്റിട്ട് അമ്മ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, വായിക്ക് ടേസ്റ്റേ ഇല്ല ക്ഷീണമായിട്ട്. അപ്പോൾ ദോശക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉള്ളി ചമ്മന്തി ഇങ്ങനെ ഒരു അമ്മ ഇളക്കുന്ന സാധനമുണ്ട്. ഇങ്ങനെ ഉള്ളി ഇങ്ങനെ ചതച്ച് നമ്മുടെ മുളക് പൊടിയിലിട്ടിട്ട് ഒരു സാധനം ഇങ്ങനെ കുത്തി ആക്കലുണ്ട്. അതാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അമ്മ അതാക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന്. അങ്ങനെ വറുത്തിട്ട് നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ച ചെറുപയർ കറിയാണ് കേട്ടോ. ചെറുപയർ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചെറുപയർ വേഗം ചിലവാകും. വെറുതെ അടിച്ചാലും ഏട്ടനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ. അതുകൊണ്ട് നമ്മൾ കഞ്ഞിയും പയറൊക്കെ ആക്കുമ്പം ഇടയ്ക്ക് അങ്ങനെ ആക്കാറുണ്ട്. തേങ്ങയൊന്നും അരക്കാണ്ട് ചെറുപയറാക്കി കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. ഇനിയിപ്പോൾ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് കുറച്ച് ദോശ മാത്രം ചുട്ടു വെക്കാം. ബാക്കി നമുക്കെല്ലാവർക്കും കുറച്ച് കഴിഞ്ഞിട്ടേ ചുടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ് ദോശ പരത്തുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് റൗണ്ടിൽ കിട്ടാത്ത ഇതിങ്ങനെ സ്ലോ മോഷൻ ആക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫോണിലും നോക്കി ദോശ കല്ലിലും നോക്കി പരത്തുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടാത്തത്. ഇനിയിപ്പോൾ 2 ദിവസം നമുക്ക് നല്ല രസമായിരിക്കും. അവരും കൂടി ഉള്ളതുകൊണ്ട് അവരിപ്പോൾ വ്യാഴാഴ്ച രാത്രിയാണ് എത്തിയത്. വെള്ളി ശനി ഞായറാഴ്ച രാത്രി തിരിച്ചു പോകും. അങ്ങനെയാണ് പ്ലാനിങ്. ഞായറാഴ്ച അവർക്കൊരു കല്യാണം ഉണ്ട് തക്കുടൂൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അതും കഴിഞ്ഞ് അന്ന് രാത്രിത്തെ ബസ്സിന് തിരിച്ചു പോകും. അങ്ങനെയാണ്. അതുകൊണ്ട് 2 ദിവസം കുറച്ച് ഉഷാറാവും എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചക്കേക്ക് മോരുകറിക്ക് വേണ്ടിയിട്ട് കുമ്പളം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും ആവുമല്ലോ. ഗുഡ് മോർണിംഗ്. ഒരു ബ്ലാക്കെല്ലാം ഇട്ടിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ടേ. ഇന്ന് വലിയച്ഛനും വരും കേട്ടാ. വരും എന്ന് പറയുന്നത്രേ. അല്ലെങ്കിൽ ഇപ്പോൾ ബഹളമായിരിക്കും. അതുകൊണ്ട് അവരെണീറ്റ് വരുന്നവരെ വരും.
മനസ്സിലാവും എല്ലാം കളിപ്പൂച്ചക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നാ കഴിക്കണ്ടേ? ആ അമ്മ ദോശ. ദോശ തന്നെ. നമുക്ക് രണ്ടാക്കും ദോശ തന്നെ കേട്ടോ. അപ്പുറം കഴിക്കാം. ഓക്കെ ബേബി. അപ്പം ഞാനും നിച്ചൂട്ടിയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കാണ് നിച്ചു വേണേറ്റ്. ഉച്ചക്കേക്ക് കറിക്ക് അടിച്ചു വെച്ച്, കുക്കർ അടിച്ച്, തേങ്ങ അരച്ച് വെച്ച്, ഇനി വറവ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അച്ഛൻ മുറിച്ച് തന്നിനി അത് ആക്കണം. മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി മാരിനേറ്റ് ചെയ്യണം. സമയം 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. 8 മണി എന്നെ സമയം നോക്കി 8:30 ആയി. 8:30 കുഴപ്പമില്ല. നിച്ചുവിന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. നിച്ചു ഇങ്ങോട്ടൊക്കെ ഹായ്. ശരി കട്ടയായി കേട്ടാ. അപ്പൊ നമ്മള് ഇപ്പം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. നിച്ചുവിന് ചെറുതായിട്ട് ചുമയലുണ്ട്. പനി വരുമോയെന്ന് പേടിയാവുന്നുണ്ട് അമ്മക്കുള്ളതുകൊണ്ട്. അപ്പോൾ മോരുകറി ഏകദേശം ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നത്. തേങ്ങ ഒഴിച്ചിട്ടുണ്ട്. വറവും റെഡിയാക്കിയിട്ട് അതിന് ശേഷം പയർ ഉപ്പേരിയാണ്, അതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ ഞാൻ പറഞ്ഞില്ലേ, അയക്കൂറി ഉണ്ടായിരുന്നു. തലേന്ന് മേടിച്ചിട്ട് എല്ലാം വൃത്തിയാക്കി വെച്ചതാണ്. അതൊന്ന് മുളകൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. നിച്ചു ആരാ വന്നേ? പിന്നെയോ? പിന്നെ ആരാ വന്നേ? വിളിച്ചു വന്നിട്ടേ? വിളിച്ചനെ വലിയ കൂട്ടിയിട്ടില്ല കൊച്ചിന്ന് അല്ലേ? വിളിച്ചനെ കൂട്ടിയിട്ടില്ല. എന്റെ നിച്ചുല് എന്തായാലും വലിയ വന്നിട്ട് സന്തോഷായ? അതെയാ? കൊറച്ചാ അല്ല കൊറയാ? കൊരയാ? അവക്ക് പനിയും വന്നല്ലേ? അപ്പൊ കിച്ചുവിന് പനിയും വന്ന ചെറുങ്ങനല്ലേ? തക്കടു എന്തുണ്ട് എറണാകുളത്തെ വിശേഷം? ഇപ്പൊ ചൂടാവുന്നല്ലേടാ? നല്ല ചൂടാ. പക്ഷെ ഓഫീസിൽ പോകുന്നോണ്ട് നമ്മള് പകലറിയുന്നില്ലല്ലോ. രാത്രി ഉണ്ട് അല്ലേ? പക്ഷെ രാത്രി അങ്ങനെ 7 മണിക്കല്ലേ വീട്ടിലെത്തുന്നുള്ളൂ. എന്നൊന്നും അറിയുന്നൊന്നുമില്ല. ചൂട്. എന്നാ കൊണ്ടു തന്നെ? വലിയ വന്നിട്ട് എന്നാ കൊണ്ടു തന്നെ? പിന്നെ അമ്മക്കോ? ഡ്രസ്സാ? അമ്മമ്മക്കോ? അച്ഛനോ? അച്ഛനോ? അതെയാ. അങ്ങനെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ചോറും കറിയും എല്ലാം സെറ്റായി. സമയം 10 മണി, 9:45, 10 മണിയാവാനായിട്ടുണ്ട്. അപ്പം ആ സമയം കൊണ്ട് എല്ലാം ഫിനിഷായി. ഇനി ഫ്രീ ആയിട്ട് നിൽക്കാമല്ലോ. ഞങ്ങൾക്ക് കുറെ വേറെ എന്തെല്ലോ ചെയ്യാനുണ്ട്. അപ്പൊ അതെല്ലാം പെൻഡിങ് ആയതുകൊണ്ട് വേഗം പണിയെല്ലാം തീർത്ത് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇന്നത്തേക്ക് ഉഷാറായി എണീറ്റ് പുറത്തെല്ലാം ഇരിക്കുന്നതെല്ലാം ഉണ്ട്. ക്ഷീണമെല്ലാം കുറച്ച് കുറവുണ്ട്. എന്നാലും പനിച്ചു കഴിഞ്ഞാൽ ആ ബാക്കി ക്ഷീണം കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ, അതിന്റെ ഇതേ ഉള്ളൂ. ബാക്കി കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഏട്ടനും തക്കടും എല്ലാരും കൂടി ഉള്ളത് കൊണ്ട് എല്ലാരും കൂടെ ഹാപ്പി ആയിട്ട്, നിച്ചൂട്ടി ഹാപ്പിയാണ്. നിച്ചൂനും ചെറിയൊരു പനി. അപ്പോഴേക്ക് ഞാൻ ടെമ്പറേച്ചർ നോക്കി. അപ്പൊ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ട്. എന്റെ മരുന്ന് കൊടുത്തിട്ടുണ്ട്, നോക്കണം. എന്നിട്ട് കുറവില്ലെങ്കിൽ വൈകുന്നേരം പോയിട്ട് കാണിക്കണം. നമുക്ക് ഉണ്ടായിരുന്നല്ലോ, ഒരു വീട്ടിലായിരിക്കെങ്കിൽ വന്നാൽ പിന്നെ കണക്കാവുന്നല്ലോ പിള്ളേരുടെ കാര്യം. അതുകൊണ്ട് അങ്ങനെയുണ്ട്. അതിന്റെ ഒരു മൂഡ് ഓഫ് ആയി. നിച്ചൂന് പനി വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയാണ്, എനിക്കൊരു മൂഡ് ഓഫ് ആവും. എൻ്റെ ഒരു ഇത്. പിന്നെ ഇതാ ഡ്രസ്സ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതാ ഡ്രസ്സ് വിചാരിക്കുന്നുണ്ടാവും. ഇത് ഏട്ടനും തക്കടും കൊണ്ടുവന്നതാണേ, എല്ലാവർക്കും കൊണ്ടുവന്നതിന്. അപ്പൊ ഇത് നമ്മളെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞല്ലോ. അപ്പൊ അവർ ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ ഗിഫ്റ്റ് ആക്കാം. അതിന്റെ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ടോപ്പ് നല്ല രസമുണ്ട്. സ്റ്റുഡിയോന്ന് വാങ്ങിച്ചത് എറണാകുളത്തുനിന്ന്. നല്ലയുണ്ട്. എനിക്കില്ലാത്തൊരു കളറാണ്, അതുകൊണ്ട് നല്ല ഇഷ്ടമായി. അപ്പൊ ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാ, കറക്റ്റ് ആണോ സൈസ് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടിച്ച് അവർക്ക് കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ കറക്റ്റ് സൈസ് തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിനെ മാറ്റി വെക്കട്ടെ. ഇതാണ് നിച്ചുവിന്റെ ഡ്രസ്സ്. എനിക്കും ചെറിയ ചുമയെല്ലാം വരുന്നുണ്ട്. അപ്പം ഇതും നിച്ചുവിൻ്റെ. ഇത് കുറച്ച് വലുതാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അങ്കൻവാടിയിലെല്ലാം പോകാൻ തുടങ്ങുമ്പോൾ എല്ലാം വേണ്ടേ, അതുകൊണ്ട് കുറച്ച് വലിയ സൈസ് വാങ്ങിക്കുന്നതന്നെയാണ് നല്ലത്. അപ്പം ഇതാണ് ഒരു യെല്ലോ പാൻറ്റും ടോപ്പും. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഒരു ഫാമിലി ടൈമാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. എപ്പോഴും ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയലുണ്ട്. അപ്പോൾ ഏട്ടൻ അടുത്ത് പോയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ച് കളിയാക്കി തന്നിട്ട് അത് ഏട്ടൻ ഇങ്ങനെ നോക്കുന്നു. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തായാലും മസ്റ്റാണ് എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, വാ 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 എല്ലാവരും വാ എല്ലാവരും വാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. നല്ല രസമാണ് എല്ലാവരും കൂടി ഇരുന്ന് അടുത്ത വിശേഷങ്ങൾ, അവരും ഇവിടുത്തെ വിശേഷങ്ങൾ, നമ്മളും നാട്ടിലെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ചായയും കൂടെ കുടിക്കുന്നുണ്ട്. ഒരു 11 ആ ഒരു സമയത്ത് ഒരു ചായ കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയമാണിത്. മോള് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വർത്തമാനം പറഞ്ഞിട്ട് നിച്ചുട്ടി അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി
കൂടുമ്പോൾ നിച്ചുനും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇവരിനി പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. കുറച്ച് ദിവസം എടുക്കും നിച്ചുന് അതൊന്ന് ശരിയാവണമെങ്കിൽ. അപ്പം നമ്മുടെ ഒരു ഫാമിലി മൊമെൻ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നത് നിങ്ങളും അധികം ഇപ്പം അങ്ങനെ കാണില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ആ ചായ കുടിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല ഷൂട്ട് ചെയ്യേണ്ട കാര്യം. പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വന്നുകൊണ്ട് വേഗം പോയിട്ട് ക്യാമറ എടുത്തിട്ട് വന്നതാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ ദിവസം പെട്ടെന്ന് പോകുമല്ലോ. ഇപ്പം അവർ 3 ദിവസം ഉണ്ട് ഇവിടെ. പക്ഷെ കാര്യമില്ല. ഇപ്പം ഇന്ന് വൈകുന്നേരം തക്കുടുവിൻ്റെ വീട്ടിൽ പോകും. പിന്നെ അടുത്ത ദിവസം നാളെ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ. മറ്റന്നാൾ അവർക്ക് കല്യാണം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് പോകാനുമായി. സമയം കഴിഞ്ഞല്ലോ. അപ്പോൾ 3 ദിവസം എന്നെല്ലാം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് സമയം അങ്ങ് ചടപടാന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. അവർ കാത്തിരിക്കും. ഒരാഴ്ചയെല്ലാം കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സുഖമാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സമയം അങ്ങനെ പെട്ടെന്ന് പോവുകയും ചെയ്യും. എനിക്ക് ഏട്ടൻ പോയപ്പോൾ ഭയങ്കരമായിട്ട് മിസ്സിങ് ആയിരുന്നു. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ ഇത്രത്തോളം മിസ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് പോലും അറിയില്ലായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ഇങ്ങനെ സ്വന്തം ഏട്ടനെ പോലെ കൂടി ഉണ്ടാവുന്നല്ലേ. എനിക്ക് പറയുമ്പോൾ സൗണ്ട് ഇടറുന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പണ്ട് സ്വന്തമായിട്ട് ഏട്ടനെ വേണമെന്ന്. അപ്പോൾ സ്വന്തം ഏട്ടനില്ലല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരേട്ടനെ പോലെ സ്വന്തം ഏട്ടനെ പോലെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര കാര്യമാണ്. പിന്നെ കല്യാണമെല്ലാം കഴിഞ്ഞ് പിന്നെ പക്ഷേ ഇപ്പം മാറി നിൽക്കുമ്പോൾ ആണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു സമയത്ത് ഭയങ്കര മിസ്സിങ്ങാണ് പോയപാട്. പിന്നെ അതങ്ങനെ ശീലമാവുമല്ലോ. പക്ഷെ പിന്നെ ഫസ്റ്റ് പോയിട്ട് വരുമ്പോഴെല്ലാം എന്തോ ഒരു ഫീലായിരുന്നു. എന്നാലും ഇപ്പോൾ ഓക്കെ ആയി. എന്തായാലും അവരെ ജോലിയും കരിയറും എല്ലാം നോക്കണമല്ലോ. എപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഉച്ചക്കേക്കുള്ള ലാസ്റ്റ് പ്രിപ്പറേഷനിലാണ് മീൻ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അയക്കൂറ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുമെന്ന്. അത് പിന്നെ ചോറ് ഉണ്ണാനാകുമ്പോൾ ആക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ അയക്കൂറയാണ്. തലേ ദിവസമേ വാങ്ങിച്ച് വെച്ചതാണ്. പഞ്ചായത്ത് പോയപ്പോൾ വാങ്ങിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. ഇവർ വരുന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട്. അപ്പോൾ ഫ്രൈ എല്ലാം ആക്കി റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കലും എല്ലാം ആയിരിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പൊ നമ്മൾ കുറേ നാളായില്ലേ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം നമുക്ക് വർത്താനം പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ഇത്ര നേരം കണ്ട അതിന് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അവരെല്ലാവരും തിരിച്ചു പോയി. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കുറേ ദിവസമായിട്ട് ഓരോ വീഡിയോയിൽ പറയണം എന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു സമയം കിട്ടിയപ്പോൾ പറയാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ചേച്ചി, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി എപ്പോഴും കമന്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ റീജ ചേച്ചി എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, മിക്കവാറും കമന്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക, എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുന്നത്, രചന എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. കുറെ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി, അതുപോലെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എപ്പോഴും ചോദിക്കാറുണ്ട് ചേച്ചി ലൈഫിൽ സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ എന്നാ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഒന്ന് അവരുടെ ഒരു കുടുംബത്തിലുള്ള ഒരാളായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഒരാളായിട്ട് കാണുന്നോണ്ടായിരിക്കുമല്ലോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവുക. അല്ലാണ്ട് വെറുതെ ഒരാളോട് നമ്മളിപ്പോ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചോദിക്കുകയോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കോ എന്നുള്ള ചോദിച്ചിട്ട് എപ്പോഴും കുറേ കമന്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ചേച്ചി മെസ്സേജ് കാണാനിട്ടാണോ അല്ല ഇൻസ്റ്റാഗ്രാം ഇല്ലാനിട്ടാണോ എന്ന് അറിയില്ല, മെസ്സേജ് ഒന്നും അയച്ചിട്ട് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ അതിനെ പറ്റിയിട്ട് ഒന്നിങ്ങനെ പറയാന്ന് വിചാരിച്ചു. ഹാപ്പി ആയിരിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് ഒരാളും ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാ സമയം ഇരിക്കില്ല എന്തായാലും. ഇപ്പൊ എന്നോടാണ് ചോദിക്കുക എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്നാണ് ചോദിച്ചത് ചേച്ചി. അപ്പൊ ഒരിക്കലും ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഞാനും ഫുൾ ടൈം ഹാപ്പി ഒന്നുമല്ല. നിങ്ങളടുത്തേക്ക് വീഡിയോയിൽ എത്തിക്കുമ്പം ആ ഹാപ്പി ആയിട്ടുള്ള സമയത്ത് എന്റെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്നു എന്ന് മാത്രം. ഞാൻ ഭയങ്കരമായിട്ട് സങ്കടമാവുന്ന ഒരാളാണ്. ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഏറ്റവും വലിയ സങ്കടം എന്റേത് എന്താന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതെന്ന് പറഞ്ഞാല് തീരാത്ത സങ്കടമാണ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു സങ്കടമാണ്. അത് ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, എന്ത് സങ്കടമായാലും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം പഠിച്ചെടുത്ത കാര്യമാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ സങ്കടമാവുന്നത് അങ്ങ് ഒഴിവാക്കുക. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിന്റെ തിരിച്ച് പോസിറ്റീവ് വശം ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് നമ്മുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ പോസിറ്റീവ് രീതിയിൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയേനെ, അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ ആക്കിയെടുക്കുക.
അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്തോഷം ഉണ്ടാക്കണമെങ്കിൽ, നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ വേറെ ആരെക്കാളും നമ്മൾ തന്നെ വിചാരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പരിധി വരെ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പം ചേച്ചിയോടൊന്നല്ല, എല്ലാവരോടും കൂടിയിട്ട് പറയാണ്, നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ വലിയ ആളായിട്ട് പറയുന്നുണ്ടെങ്കിലും എനക്കും ഒരു ചില നിമിഷങ്ങളിലൊക്കെ പതറിപ്പോവാറുണ്ട്, ഹാപ്പി ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സങ്കടങ്ങൾ ഒരുപാട് ഉണ്ടാവും, എല്ലാവർക്കും, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും ഹാപ്പി ആയിട്ട് ഇരിക്കുക. എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഈ വീഡിയോയിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒന്നും കണ്ടില്ല, എനിക്ക് വേറെ കമന്റിന് റിപ്ലൈ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ പാരഗ്രാഫ് പോലെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. കുറേ കമന്റ്സ് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നുണ്ട്. Q&A ആയിട്ട് ചെയ്യുമോന്നെല്ലാം ചോദിച്ചിട്ട്. പക്ഷെ Q&A ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു Q&A ചെയ്യാതെ. കുറേ ആയില്ലേ നമ്മൾ Q&A ചെയ്തിട്ട്. പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കുമല്ലേ, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പിന്നെ ഈ സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി അയച്ച ഒരു മെസ്സേജാണ്, മക്കളെ നോക്കുന്ന കാര്യത്തിൽ അവരുടെ മദറിനിലോ തീരെ സപ്പോർട്ടല്ല. എനിക്ക് മോളെ നോക്കാൻ വേണ്ടിയിട്ട് മോളെ ഫുഡ് കൊടുക്കുന്നതിന്റെ കാര്യത്തിലൊക്കെയാണ് കേട്ടോ പറഞ്ഞ. എല്ലാ അമ്മമാരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ ഫുഡ് എന്തൊക്കെയാ കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ മദറിലോ ഒന്നും പറഞ്ഞില്ല, മോളെ കാര്യങ്ങളിലൊന്നും സപ്പോർട്ടല്ല, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിന് പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം മക്കളെ നോക്കുന്ന കാര്യത്തിൽ ഞാൻ എൻ്റെ കാര്യം തന്നെ ഇപ്പം പറയാം. എൻ്റെ അമ്മ ഇപ്പം ഇവിടെ എല്ലാവർക്കും അറിയാലോ, അമ്മ ഫുൾ സപ്പോർട്ടാണ്, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്നാലും നിച്ചൂട്ടീൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ആ 6ാം മാസത്തിൽ നിച്ചൂട്ടിക്ക് ഫസ്റ്റ് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ നിച്ചൂട്ടിക്ക് ഫുഡ് എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണ്ട, ഏതൊക്കെ അമ്മ സംശയം ഉണ്ടാകുമ്പോൾ അമ്മയോട് ചോദിക്കാറുണ്ട്. അമ്മ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. എന്നാലും ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് എൻ്റെ മാത്രം ഡിസിഷനാണ്. എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ട എന്നുള്ളത് ഞാൻ തന്നെയാണ് തീരുമാനിക്കില്ല. അതിൽ നമുക്കിപ്പോൾ കുറേ അവൈലബിൾ ആയിട്ട് സോഴ്സസ് ഉണ്ടല്ലോ. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, നമുക്ക് പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോയാൽ നമ്മളെ ഡൗട്ടെല്ലാം ചോദിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മളെ മക്കളെ കാര്യത്തിന് അധികം നമുക്ക് പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഇങ്ങനെ കുറേ സോഴ്സസ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു കാര്യത്തിലൊന്നും നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്ററും. ഈ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മമ്മയോ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണ്ടേ. കുറേ മാറ്റം വന്നു നമ്മുടെ ജീവിത ശൈലിയും, അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യമായാലും മക്കളെ ഫുഡ് കൊടുക്കുന്ന കാര്യമായാലും എല്ലാം. അതുകൊണ്ട് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സ്വന്തം ഒരു ഡിസിഷൻ എടുത്ത് നമ്മളെ ഡോക്ടേഴ്സ് പറയുന്ന പോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ആ കുട്ടിയോടും കൂടെ പറയാതെ എപ്പോഴും ഇങ്ങനെ സങ്കടം പറയുക. അങ്ങനെ കുറേ പേരുണ്ടാവുമായിരിക്കും ചിലപ്പം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇത്രയില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ നല്ലോണം വേർത്തു, മേലെ വന്നിട്ടാണ് ഞാൻ വർത്താനം പറഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ 2 കാര്യം കുറേ ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം അങ്ങനെ അതും കൂടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രം. പിന്നെ കുറേ പേര് എൻ്റെ ചെയിൻ മാറ്റിയോ എന്ന് 3-4 കമന്റ്സ് കണ്ടു. ചെയിൻ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, പഴയ ചെയിൻ അങ്ങനെ തന്നെ ഉണ്ട് അത്രേ. ഇത് വേറൊരു ചെയിൻ, പഴയതാണ്. ഇത് കല്യാണത്തിന് ഞാൻ ഏട്ടൻ ഇട്ട് കൊടുത്ത മാലയാണ് കേട്ടോ. ശരിക്കും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ അത് ഞാൻ വെറുതെ കുറച്ച് ദിവസത്തേക്ക് എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.